കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷമുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറിപ്പാർത്ത ദൈവത്തെ സേവിക്കുന്ന, അതിലുപരി ദൈവവചന സ്നേഹികളും അനുദിന വചന കേൾവിയിലൂടെ ആത്മീക ആനന്ദം കണ്ടെത്തുകയും ദൈവീകമായിരിക്കുന്ന പ്രസാദത്തിന് തക്കവണ്ണം ജീവിതം ക്രമീകരിപ്പാൻ ദൈവത്തിൻ്റെ വചനം ഒരുപാട് ഉപകരിക്കുന്ന, എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും എന്നും നമ്മോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നവനുമായ സർവകൃപാലുവായ ദൈവത്തിന് വചനം തന്ന് വാഗ്ദത്തം ഉറപ്പിച്ച് കൈവിടാതെ കാത്ത് കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിച്ച് ദൈവികമായിരിക്കുന്ന പരിചരണങ്ങളും ദൈവസ്നേഹത്തിൻ്റെ അനന്ത കൃപകളും നമ്മൾ പകർന്ന് നമ്മെ ജയോത്സവത്തോടെ നടത്തുന്ന നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന മഹാദൈവത്തിന് സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും എല്ലാം കരയറ്റിക്കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിൽ ഒരാത്മീക ചിന്ത, കർത്തൃദിന ചിന്തയായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടിച്ചു പണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഒന്നോടെ നിലവിളക്കുണ്ടാക്കാൻ ദൈവം കൊടുക്കുന്ന കൽപ്പനയുടെ ആദ്യ ഭാഗം ഒന്നോടെ ശ്രദ്ധിച്ചോളൂ. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടിപ്പുപണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. ദൈവമായ കർത്താവ് സമാഗമന കൂടാരത്തിന് അല്ലെങ്കിൽ ദൈവാലയത്തിന് വേണ്ടി ഓരോരോ ഉപകരണങ്ങൾ ഉണ്ടാക്കേണ്ടതിനെക്കുറിച്ച് മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് പ്രമാണം കൊടുത്തത് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് നന്നായി കാണാൻ കഴിയും. ഞാൻ ഈ ഭാഗത്തു നിന്നെല്ലാം ദൈവത്തിൻ്റെ മനസ്സിനെ, ദൈവത്തിൻ്റെ പ്രകൃതിയെ നന്നായിട്ട് ഗ്രഹിക്കാനും തിരിച്ചറിയാനും ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ സമാഗമന കൂടാരം ഒരു താൽക്കാലികമായ മരുഭൂമി യാത്രയിൽ മാത്രം അവർ ഉപയോഗിച്ചു പോകുന്നതും പിന്നീട് കുറച്ച് നാളത്തേക്ക് അവർ ചെന്ന് കനാനിൽ കൊണ്ടുപോയി സ്ഥാപിച്ചതുമായിരിക്കുന്നതാണ് സമാഗമന കൂടാരം, ദൈവാലയം പണിയുന്നത് വരെ. അതിനുവേണ്ടി ദൈവമായ കർത്താവ് പ്രമാണം കൊടുക്കുന്ന വേളയിൽ അതിൻ്റെ ഉപകരണങ്ങളും മറശീലകളും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു തല്ലിക്കൂട്ടു പരിപാടി ദൈവമായ കർത്താവ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സങ്കീർത്തനത്തിൽ എവിടെയോ ഭക്തന്മാരെഴുതി, ദൈവമേ, നിൻ്റെ ആലയം, നിൻ്റെ പ്രാകാരങ്ങൾ എത്ര മനോഹരം. ദൈവം ഒരു കാര്യം ചെയ്താൽ, ദൈവം ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ, ദൈവം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ, ദൈവം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവർ നോക്കുമ്പോൾ എത്ര മനോഹരം എന്ന് പറയത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തിരിക്കും. പണ്ട് ബിലയാം ഇസ്രായേൽ മക്കളെ ഉറ്റുനോക്കി ശപിക്കാൻ വേണ്ടി ബാലാക്കിൻ്റെ ഒത്താശയോടുകൂടെ പാളയമടിച്ച് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മുഴുവൻ രാത്രിയുടെ നിശബ്ദതയിൽ വന്ന് ഉറ്റുനോക്കിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയിട്ട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യാക്കോബേ, നിൻ്റെ കൂടാരങ്ങൾ എത്ര മനോഹരം. അതിൻ്റെ കാരണം എന്താ? മനുഷ്യബുദ്ധിയല്ല യാക്കോബിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ കൂടാരങ്ങളുടെ ക്രമീകരണം. ദൈവമാണ് പറഞ്ഞത്. എവിടെയെങ്കിലും കൊണ്ടുപോയി തമ്പടിച്ച് ഒന്നൊന്നിനോട് ചേരാതെ ഒരെണ്ണം പൊങ്ങി, ഒരെണ്ണം താണും, ഒരെണ്ണം ചെരിഞ്ഞും, ഒരെണ്ണം മലന്നും, അങ്ങനെ അവനവൻ്റെ സൗകര്യപ്രകാരം കൂടിക്കഴിഞ്ഞാൽ 2 മാസത്തേക്ക് 1 മാസത്തേക്ക് ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നതല്ല ഈ പാളയം അടിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അത് ഇളക്കിക്കൊണ്ട് പോകേണ്ടതാണ്. എങ്കിലും ദൈവം പറഞ്ഞു, എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ മര്യാദയ്ക്ക് താമസിക്കണം. സമാഗമന കൂടാരത്തെ നടുക്ക് നിർത്തിക്കൊണ്ട് ഓരോരോ ഗോത്രങ്ങൾക്ക് ഒരു കൊടിയടയാളം കൊടുത്തിട്ട് ആ ഗോത്രങ്ങളെല്ലാം ഇന്ന സ്ഥലത്ത്. അപ്പോൾ കൃത്യമായി വളരെ മനോഹരമായി അന്ന് രാത്രി പാളയത്തിന് നടുവിൽ മുനിഞ്ഞ് കത്തുന്ന ആ അഗ്നിസ്തംഭത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്ന പ്ലാനിങ്. ഞാൻ പറയുന്നത്, ദൈവം എന്ത് ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിമനോഹരമായിരിക്കും. ഇന്നും
എൻ്റെ ജീവിതം ദൈവം പണിത് തന്നാൽ, എൻ്റെ കുടുംബം ദൈവം സെറ്റ് ചെയ്താൽ, നിങ്ങളുടെ കുഞ്ഞിന് ദൈവമായ കർത്താവ് ഒരു ജീവിത പങ്കാളിയെ വരുത്തി ദൈവത്താൽ, അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം കല്യാണമൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങൾ കർത്തദാസന്മാർ പറയുന്നത്, ഞങ്ങളുടെ ബലഹീനമായ കരം കൊണ്ടാണ് നിങ്ങളുടെ വലങ്കരങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതെങ്കിലും ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹൗവമാരെ യോജിപ്പിച്ച അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കൈകളാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിച്ചാൽ, ദൈവം കൊണ്ടു തന്നാൽ, ദൈവം പണിത് തന്നാൽ, ദൈവം പ്ലാൻ ചെയ്തു തന്നാൽ അതെത്ര മനോഹരമായിരിക്കും എന്നറിയോ. ദൈവം ഒരു ശില്പിയാണ്, മഹാശില്പി. ദൈവം എന്ത് ചെയ്താലും മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കും. അഹരോനൊരു കുപ്പായം തയ്പ്പിച്ചു കൊടുത്ത കാര്യം ഈ പുറപ്പാട് പുസ്തകത്തിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, അഹരോനൊരു കുപ്പായം തയ്ക്കുമ്പോൾ നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്, അലങ്കാരത്തിന് വേണ്ടി. അലങ്കാരം, ഇപ്പം അലങ്കാരം, ഒരു മനുഷ്യനെ ദൈവം അവതരിപ്പിക്കുമ്പോൾ അവനിൽ അലങ്കാരം, ദൈവമായ കർത്താവിൻ്റെ പ്രതിനിധിയാണ് പാളയത്തിൽ. അതുകൊണ്ട് അവൻ ചുമ്മാ വെറുതെ കൂറത്തുണി തയ്പ്പിച്ച് തലയണക്കവിനിട്ടുകൊണ്ട് നടക്കരുത്, മാന്യനായിരിക്കണം. അലങ്കാരം എന്ന വാക്ക് അഹരോന് വസ്ത്രം തയ്പ്പിക്കുമ്പോൾ മോശയോട് പറയുന്നുണ്ട്. ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ച വേദഭാഗത്ത് നിലവിളക്കുണ്ടാക്കുന്നതാണ് പറയുന്നത്. നിലവിളക്കെന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു നല്ല പ്രസംഗ വിഷയമാണ്. കാരണം നിലവിളക്കിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം, നിലവിളക്കുണ്ടാക്കിയതിനെക്കുറിച്ചെല്ലാം. ഇപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിളക്ക് മുഴുവൻ പ്യുവർ ഗോൾഡ്, തനി തങ്കം കൊണ്ടായിരിക്കണം. അത് സ്ക്രൂ ചെയ്തും ഏച്ച് കെട്ടിയും അടിച്ചു പരത്തി ഒറ്റ തണ്ടിന്മേൽ അടിപ്പുപണിയായിരിക്കണം, തല്ലിക്കൂട്ടായിരിക്കരുത്. എന്നിട്ട് ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാണ്, അതിൻ്റെ ഓരോ ശാഖയിലും ബദാം മരത്തിൻ്റെ പൂവും ഉണ്ടായിരിക്കണം, മൊട്ടുകളും ഉണ്ടായിരിക്കണം. അതുണ്ടാക്കുമ്പോൾ വിരിഞ്ഞ പൂവും പിന്നെ ആ കൂടെ വിരിയാത്ത മൊട്ടുകളും. മൊട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? ദൈവം ഒരു ആർക്കിടെക്റ്റിനെ പോലെ, ഒരു രാജശില്പിയെ പോലെ മോശയോട് പറഞ്ഞു കൊടുക്കുക, ചുമ്മാ കൂടാരത്തിനകത്ത് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് 4 തിരിയിട്ട് കത്തിക്കുന്ന ഒരു വെറും വിളക്കല്ലത്. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ദൈവാലയത്തിനകത്ത് കത്തുന്ന വിളക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വിരിഞ്ഞ പൂക്കളും ഉണ്ടാക്കണം, വിരിയാത്ത മുട്ടുകളും ഉണ്ടാക്കണം. അർത്ഥസമ്പൂർണമാണ് ദൈവമാ പറഞ്ഞത്. ഞാനതിനെ അധികം വളച്ചുകെട്ടില്ലാതെ നമ്മളിലേക്ക് കൊണ്ടുവരട്ടെ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞാനും നിങ്ങളുമാണ് തണ്ടിന്മേ വെച്ചിരിക്കുന്ന വിളക്ക്. ആ വിളക്ക് ദൈവമായ കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തെ അറിഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, നിങ്ങളാണ് വിളക്ക്. ആ വിളക്ക് കത്തിച്ചാൽ അത് തണ്ടിന്മേൽ വെക്കണം. ആ വിളക്കിൽ ദൈവമായ കർത്താവ് മറച്ചു വെച്ചിട്ടുണ്ട് വിരിഞ്ഞ പൂക്കളും വിരിയാത്ത മുട്ടുകളും. അതേ ഞാൻ നിങ്ങളെ നോക്കിയാണ് പറയുന്നത്. എൻ്റെ ബ്രദറെ, ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. എൻ്റെ സീനിയറായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 50 വയസ്സ്, 60 വയസ്സ്, 62 വയസ്സൊക്കെ ആയി കാണും. സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ. പക്ഷേ വിളക്കായിരിക്കുന്നിടത്തോളം കാലം, എല്ലാ കാലത്തും നിങ്ങളിൽ വിരിഞ്ഞ കുറേ പൂക്കൾ കാണും. നിങ്ങൾക്കിപ്പോൾ 75 വയസ്സായെങ്കിലും വിചാരിച്ചോണം പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞു, ഇനി എന്നാ, ഇനിയിപ്പോൾ അങ്ങ് പോകാനൊരുങ്ങാൻ. അല്ലല്ലല്ല, നിങ്ങളിന്നും വിളക്കാണോ? ദേശത്തിന്, സഭയ്ക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഇരുട്ട് മാറ്റുന്ന, വെളിച്ചം പരത്തുന്ന ദൈവത്തിൻ്റെ വിളക്കാണോ അല്ലയോ? അതാദ്യം പറ. നീ നിൻ്റെ വീട്ടിൽ വിളക്കാണെങ്കിൽ, നീ നിൻ്റെ സഭയിൽ വിളക്കാണെങ്കിൽ, നീ നിൻ്റെ പശ്ചാത്തലത്തിലൊരു വിളക്കാണെങ്കിൽ, ആ വിളക്ക് എല്ലാ കാലത്തും വിരിഞ്ഞ കുറേ പൂക്കൾ, 2024 വരെയും പ്രാർത്ഥിച്ച് വിരിഞ്ഞ കുറേ വാഗ്ദത്തങ്ങൾ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും വിരിഞ്ഞ കുറേ നന്മകൾ. എന്നാൽ ഇന്നും വിരിയാത്ത കുറേ മുട്ടുകളുണ്ട്. വിളക്കൊള്ളിടത്തോളം കാലം മുട്ടുകൾ കാണും. അതൊരിക്കലും വിരിയില്ല എന്നർത്ഥമാക്കരുത് കേട്ടോ. ഇത് വിരിയും,
പൂവാവും. എല്ലാ കാലഘട്ടങ്ങളിലും തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, വിളക്കിൽ മുട്ടുകൾ കാണും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനിയും എന്തൊക്കെയോ വിരിയാനുണ്ട്. ദൈവം മറച്ചു വെച്ച മുട്ടുകൾ. അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അങ്ങനെയാണല്ലോ ഇതിനെല്ലാം കൂട്ടിപ്പടിക്കണം. ഒരു ചെടിയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ കുറേ മുട്ടുകൾ വിരിയുമ്പോൾ പുറകെ വീണ്ടും മുട്ടുകൾ വരും എന്നതുപോലെ വിളക്കിൽ വിരിയാത്ത മുട്ടുകളുണ്ട്. മർമ്മങ്ങളാണത്. എന്തൊക്കെയായിരിക്കും അത് വിരിയുമ്പോൾ എന്ന് പറയാനൊക്കില്ല. വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, നിങ്ങൾ നിമിത്തം സൗരഭ്യമാകേണ്ടത്, നിങ്ങൾ നിമിത്തം മനോഹരമാകേണ്ട എന്തൊക്കെയോ ഇനിയും നിങ്ങളിൽ വിരിയാനുണ്ട്. വീണ്ടും വിരിയേണ്ട മുട്ടുകളെ ഈ ദിവസങ്ങളിൽ മനസ്സിൽ കാണുക. ഞാനൊരു വിളക്കാണ്. മനോഹരമായി ദൈവം എന്നെ ദേശത്ത് എഴുന്നേൽപ്പിച്ചതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതാണ്. ഈ വിളക്കിൽ വിരിയാനുള്ള മുട്ടുകൾ ഈ ദിവസങ്ങളിൽ വിരിയട്ടെ. ദൈവം അത് ചെയ്യട്ടെ. ഈ പൂമുട്ടുകൾ വിരിയേണ്ടതിന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കട്ടെ എന്ന് അകമഴിഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർന്നു, ഇനി പ്രത്യേക റോളൊന്നുമില്ല, റിട്ടയർമെൻറ്റായി, ഇനി കൊച്ചുങ്ങളെ കളിപ്പിച്ച് വീട്ടിലിരിക്കാം എന്നോർത്ത് ഒതുങ്ങരുത്. മരണം വരെയും നിങ്ങൾ വിളക്കാണെങ്കിൽ, ശാരീരിക ബലഹീനതയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വിളക്കാണെങ്കിൽ, നിങ്ങളിൽ ഏതൊക്കെയോ മുട്ടുകൾ ഇനിയും വിരിയാനുണ്ട്. നിലവിളക്കുണ്ടാക്കുമ്പോൾ ദൈവം പ്രത്യേകം പറഞ്ഞു, വിരിഞ്ഞ പൂവുകൾ മാത്രമല്ല, വിരിയാനുള്ള മുട്ടുകളും അതിലുണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, വിരിയാനുള്ള മുട്ടുകൾ ഉണ്ട്. കരയാതെ, ഭാരപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നിലിനിയും മറ്റുള്ളവർ കാണുക മനോഹരമായി വിരിഞ്ഞു വരേണ്ട മുട്ടുകൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് വിരിഞ്ഞ് പുഷ്പമാകാൻ ദൈവം അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചോ. ചില മുട്ടുകൾ കൂടെ ഈ നാളുകൾ വിരിയും. അതിനായി കാത്തിരിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിൽ കണ്ട ആത്മീക രഹസ്യങ്ങൾക്കായി സ്തോത്രം. തിരുമേനി കൽപ്പിച്ചുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളിലും എത്ര മനോഹാരിത ഞങ്ങൾ കാണുന്ന കർത്താവേ. ദൈവത്തിന് സൗന്ദര്യം ഇഷ്ടമാണെന്ന്, ശില്പകലകൾ ഇഷ്ടമാണെന്ന്, കൊത്തുപണികൾ ഇഷ്ടമാണെന്ന് ഒക്കെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് അലങ്കാരപ്രിയനാണെന്ന് മനസ്സിലാക്കുന്നു. കളറുകൾ നീലയും ചുമലയും ഒക്കെ ഞങ്ങൾ സമാഗമന കൂടാരത്തിൽ കാണുന്നു. ഇതൊക്കെ അങ്ങേക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നു. അതിലുപരി ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കി, വിളക്കിൽ വിരിയാനുള്ള മുട്ടുകളുണ്ടെന്ന്. നാഥ, ഞങ്ങളെ വിളക്കാക്കി തണ്ടിന്മേൽ വെച്ച കർത്താവേ, ഞങ്ങൾ തീർന്നിട്ടില്ല, ഞങ്ങൾ അസ്തമിച്ചിട്ടില്ല, ഞങ്ങൾ അവസാനിച്ചിട്ടില്ല. ഞങ്ങളിൽ ഇനിയും വിരിയാനുള്ള കൃപകൾ, ശുശ്രൂഷകൾ, ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ എല്ലാം ഉണ്ട്. ദൈവം അത് വിരിയിച്ചു തരണം. പുറകെ വീണ്ടും മുട്ടിട്ട ജീവിതമായിരിക്കണം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരിൽ അനേക മുട്ടുകൾ വിരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.